അപ്പം ഞാനുള്ള സമയത്ത് തന്നെ എന്തോ ഒരു കാര്യത്തിന് ചർച്ച വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സൈക്കോളജി എന്തോ ഒരു വിഷയം വന്നു. ഞാൻ പറഞ്ഞു എനി ഡിഗ്രി ഉള്ളവർക്ക് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജി ചെയ്യാം. ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം ബുദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റ് കളവാണ് പറയുന്നത്. കാരണം MSc ചെയ്തവൻ BSc ചെയ്തവന് മാത്രമേ MSc ചെയ്യാൻ പറ്റൂ. സർ ഞാനും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത്, പക്ഷേ ഇങ്ങനെയാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ എന്നെ അങ്ങ് കള്ളനാക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ട് സാധാരണ ഇതിൽ പറഞ്ഞതാണ്. ഇനി ഞാൻ എന്തോ പറയട്ടെ, ഞാനത് വിട്ടു. പിറ്റേ ദിവസം രാവിലെ എണീച്ച് കഴിഞ്ഞാലും ഇതേ വിഷയം ഇവിടെ ഇങ്ങനെ ചർച്ച ചെയ്യാണ്. ഞാൻ പറഞ്ഞു ചേട്ടന്മാരെ, ഇവിടെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഒരു അണ്ണാമല യൂണിവേഴ്സിറ്റീൻ്റെ സെൻറ്ററിലേക്ക് വിളിച്ചു ചോദിച്ചാൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. അല്ല, ചോദ്യം ഒന്നേ ഉള്ളൂ, ഈ MSc സൈക്കോളജി എന്നുള്ളത് എനി ഡിഗ്രി കഴിഞ്ഞവർക്ക് നിങ്ങൾ കൊടുക്കുമോ, അതല്ല BSc കഴിഞ്ഞവരാണോ കൊടുക്കുക, ഇതേ ഉള്ളൂ പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമ്മളെ തുടർച്ചയായിട്ട് ഇവർ ഹറാസ് ചെയ്യാണ്. ഇനി ഞാൻ ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അവസാനം ഞാനിത് ചെയ്തു. അവിടുത്തെ ഒരു ക്യാമറയുണ്ട്, ക്യാമറയോട് പറഞ്ഞു, ഈ കാണുന്ന പ്രേക്ഷകരോട് പറയാണ് ഇവിടെ മൊബൈലൊന്നുമില്ല, എനിക്കിപ്പോൾ ഇതൊന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ എനി ഡിഗ്രി കഴിഞ്ഞവർക്ക് അണ്ണാമല യൂണിവേഴ്സിറ്റി MSc കൊടുക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് കറക്റ്റും ഈ വ്യക്തി കള്ളനുമാണ്. അല്ല, അറിയാത്ത കാര്യം ഇയാളും പറയരുതല്ലോ. അല്ല, ചെയ്ത എന്നോട് കണ്ട ഇയാൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി തിരിച്ചാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് കള്ളനാണ്, എനിക്കിതിനെ കൂടുതൽ ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നീ എങ്ങനെ, അപ്പോൾ നീ ഞങ്ങളെ കള്ളൻ എന്ന് വിളിച്ചല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ കളവ് പറഞ്ഞാലല്ലേ കള്ളൻ എന്ന് പറഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത കണ്ടന്റ് ഈ കള്ളൻ എന്ന വിഷയത്തിലേക്ക്. അതായത് ഒരു മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് അതിനോട് യോജിക്കാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇതേ വിഷയം ഇത്രയില്ലേ സാധാരണ മനുഷ്യന്മാരുടെ കാര്യത്തിൽ. അല്ല, അങ്ങനെ വരുമോ? എന്തോ സന്തോഷ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ലേ, ശരി പുറത്തിറങ്ങിയിട്ട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് തീർക്കാവുന്ന ഒരു വിഷയമാണ്. അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് എടുത്താലും നീ മേലിൽ ഈ കയറെടുത്തിട്ടോ എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് തീർക്കാവുന്ന ഒരു വിഷയമാണ്. 2-3 ദിവസം നീ രാത്രി 2 മണിക്ക് കയറിയിട്ട് അടുക്കളയിൽ നിന്ന് ബിസ്ക്കറ്റ് കട്ട് തിന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ദിവസങ്ങളോളം ഈ വിഷയവും ഇതിൽ സമ്മതിക്കുന്ന അതിൻ്റെ ഇടയിൽ പറയുന്ന കാര്യങ്ങളും ഇതൊക്കെയാണ് പോകുന്നത്. ഇവർക്ക് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കിക്കൊള്ളണം നിർബന്ധമുണ്ടോ? ഇല്ല, അതാ ഞാൻ പറയുന്നത്. ഞങ്ങളോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഇല്ല. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾ ചോദിച്ച ചോദ്യം പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ആളുകൾ ചോദിച്ചാണ്. വിശക്കുന്ന ഒരാൾ ബിസ്ക്കറ്റ് എടുക്കുന്ന ഇത്രയും വലിയതാണോ? ഒരാൾ നിങ്ങൾ എന്നെ ഇവിടെ ആൾക്കാർ മൊത്തം അവസാനം യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞ എനി ഡിഗ്രിയുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ടെന്ന്. ഇയാൾക്ക് അറിയുന്നുമില്ല. അതേപോലെ സിനിമയിൽ ഇംഗ്ലീഷ്, ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഇംഗ്ലീഷ് സോങ്, എൻ്റെ എല്ലാ സിനിമയിലും ഓരോ ഇംഗ്ലീഷ് സോങ് ഉണ്ടാകും. 8 സോങ്ങിൽ 1 ഇംഗ്ലീഷായിരിക്കും. അപ്പോൾ ഈ ഒരു ബുദ്ധിയുണ്ടെന്ന് പറയുന്ന ഒരാൾ പറയാണ് സന്തോഷ് പണ്ഡിറ്റ് SLC ജയിച്ചിട്ടുണ്ടാവുമോ? ചർച്ച ചെയ്യണം. ഇല്ലെങ്കിൽ ഇല്ലയെന്ന് വെച്ചു. ഞാൻ പിന്നെ ഒരു കാര്യത്തിനും തർക്കിക്കാൻ നിൽക്കില്ല. അപ്പോൾ പിന്നെ അവിടെ ഭയങ്കര ചർച്ചയാണ്. SLC പോലും ജയിക്കാത്ത ഇവൻ എങ്ങനെയായിരിക്കും ഈ MSc എടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞൊക്കെ ചർച്ച കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല, എന്തോ ആട്ടം ചേരുന്നു. പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം അന്ന് ഈ ഹറാസ് ചെയ്തവർക്ക് പോലും സന്തോഷ് പണ്ഡിറ്റ് എന്താണെന്ന് മനസ്സിലാകും ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ്. കാരണം ഞാൻ ഇവിടെ PWDയിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതിന് ശേഷം ഇലക്ഷൻ, പാർലമെൻറ്റോ ഇതൊക്കെ ഇലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രിസൈഡിങ് ഓഫീസറായിട്ട് വന്നപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് പല പത്രങ്ങളിലും ഞാൻ കൊടുത്തതല്ല, ഞാൻ പതുങ്ങി നിൽക്കായിരുന്നു. അവർ ഫോട്ടോ എടുത്ത് കൊടുത്തതാണ്. സന്തോഷ് പണ്ഡിറ്റാണ് പ്രിസൈഡിങ് ഓഫീസർ, കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സന്തോഷ് പണ്ഡിറ്റാന്ന് പറഞ്ഞപ്പോഴാണ് ഇവൻ പ്രിസൈഡിങ് ഓഫീസറോ. അപ്പോൾ അതിൽ അടിയിലുണ്ട് PWDയിൽ എഞ്ചിനീയറായ സന്തോഷ് പണ്ഡിറ്റ്. PWDയിൽ ഇവനോ? അല്ല, അപ്പം നീ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നല്ലേ? ഞാൻ രാജിവെച്ചിട്ടു. അതിന് ശേഷം ഞാൻ രാജിവെച്ചു. കാരണം എനിക്ക് സിനിമയിൽ തന്നെ തിരക്കായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞില്ല? കാരണം ഞങ്ങളിവിടെ സന്തോഷ് പണ്ഡിറ്റ് SLC പോലും ജയിക്കാത്തവൻ എങ്ങനെയായിരിക്കും ഇത് ചെയ്യാന്നൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? ഞാൻ പറഞ്ഞില്ല, കാരണം നിങ്ങൾ 15 പേർക്കും ജോലി ഇല്ലാത്തവരാണ്. എനിക്ക് ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേദനിക്കും. നിങ്ങൾ അവിടെ പലരും പറയുന്നുണ്ട് PSc എഴുതി ഒന്നും കിട്ടിയില്ല, ഇത്രയും ജനറൽ നോളജ് ഉള്ള എനിക്ക് ഒരു PSc കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ വേദന കഥ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേദനിക്കും. എനിക്ക് ഒരാഴ്ചയ്ക്ക് 4 ലക്ഷം രൂപയായിരുന്നു ഞാൻ പോയത്. ഓരോരുത്തർക്കും ഓരോ പൈസയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ 5000-നും 10,000-നും പോയ ആളുകൾ വരെയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ അവരെ ചർച്ച എന്താണെന്നറിയോ? നിനക്ക് എത്ര ഉണ്ടാവും? എനിക്ക് 25,000 അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിയാണ് വരുന്നത്. സത്യത്തിൽ എനിക്ക് 5,000, എന്നോട് 10,000, നിനക്ക് 5,000 ഉള്ളൂ, 10,000 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ 15 ആൾക്ക് ഒരു ആഴ്ച കൊടുക്കുന്ന പൈസയേക്കാൾ കൂടുതലാണ് TV എനിക്ക് ഒരാൾക്ക് തരുന്നത്. അപ്പോൾ അവിടെ അടുത്ത ചർച്ച സന്തോഷ് പണ്ഡിറ്റിന് ഞാൻ ഒന്ന് ചിരിച്ചു. അപ്പോൾ ഒരു ഇവനൊക്കെ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവുന്നു.
ഞാനൊന്നും പറഞ്ഞില്ല. പുറത്തിറങ്ങിയതിന് ശേഷമാണ് സന്തോഷ് പണ്ഡിറ്റ് ആഴ്ചയ്ക്ക് 4 ലക്ഷം വെച്ചാൽ വാങ്ങുന്നത് എന്നുള്ളത് ഇവരറിയുന്നത്.